ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഈവനിങ് ടു നൈറ്റ് റുട്ടീന്. ഇതിനകത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിന്നർ റെസിപ്പീസും അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലത്തെ ജോലികൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രി ഞാൻ ചെയ്തു വെക്കുന്ന കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അത് പാത്തുൻ്റെ ഫ്രണ്ട് അയിനു ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഈവനിങ് ഒരു 5:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും താഴേക്ക് നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും പാത്തുൻ്റെ ഫ്രണ്ട് അയിനു ചേച്ചിയും അയിനുൻ്റെ അമ്മയും പിന്നെ വേറൊരു ഞങ്ങളുടെ ഫ്രണ്ടും കൂടെ ഒക്കെ വന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരിരുന്ന് കളിക്കും. അങ്ങനെയാണ് കേട്ടോ സാധാരണ ചെയ്യാറ്. അത് കഴിഞ്ഞിട്ടൊരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കയറിപ്പോരും. ചില ദിവസം കുറച്ചും കൂടെ ലേറ്റ് ആകും കേട്ടോ. അപ്പോൾ പാത്തുവിന് ക്രിസ്മസ് കാർഡ് അതിനും ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തതാണ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു പാത്തു. പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം വിളക്ക് കത്തിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ വിളക്ക് കത്തിച്ചിട്ട് പോകും. കാരണം തിരിച്ച് കയറി വരാനായിട്ട് പാത്തു ഭയങ്കര വഴക്കായിരിക്കും. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആവും കയറി വരാനായിട്ട്. ഇന്ന് എന്തായാലും നേരത്തെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നതിന് ശേഷമാണ് വിളക്ക് കത്തിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ അവളോട് പറഞ്ഞായിരുന്നു വിളക്ക് കത്തിച്ചിട്ടില്ല നമ്മൾ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറി വരണം, എന്നിട്ട് വേണം നമുക്ക് വിളക്ക് വെക്കാനെന്നൊക്കെ. എന്തായാലും വഴക്കൊന്നും ഉണ്ടാക്കാതെ ആൾ കയറി വന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഇങ്ങ് അടുത്തെത്താറായാലും ഇനിയിപ്പോൾ 2 ദിവസം കൂടിയുള്ള ക്രിസ്മസിന്. അപ്പം നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഞങ്ങളുടെ വക അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് വിഷ് ചെയ്തുകൊള്ളുന്നു. എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കുക. എത്ര പെട്ടെന്നാലും ഒരു വർഷം പോയത്. ഇനിയിപ്പോൾ അടുത്ത ന്യൂ ഇയർ ആകാറായി. അങ്ങനെ ഒരു വർഷം നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ പോയിരിക്കുകയാണ്. അപ്പം തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തുവിന് വിശക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ വൈകിട്ട് പോകുന്നതിന് മുന്നേ അവൾ രാവിലത്തെ പൂരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പൂരി മുട്ടക്കറിയും കഴിച്ചിട്ടാണ് പോയത്. തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ വിശക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ബനാന റോസ്റ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബനാന റോസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാമെന്നാണ് കേട്ടോ അവൾ പറയുന്നത്. അപ്പോൾ അവൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല. എന്തായാലും ബനാന ഫ്രൈ ഒക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അവൾ തന്നെ ഫോർക്ക് വെച്ചിട്ട് ചൂടാറി കഴിയുമ്പോഴത്തേക്കും കഴിച്ചോളും. മാക്സിമം നമ്മൾ അവരെ തന്നെ കഴിപ്പിക്കാനായിട്ട് ശീലിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ സമയമുള്ളപ്പോൾ അവൾക്ക് തന്നെ കഴിക്കാനായിട്ട് കൊടുക്കും. അല്ലാത്തപ്പം ഞാൻ അവൾക്ക് വാരി കൊടുക്കും കേട്ടോ. നമുക്ക് ടൈമില്ല, സ്കൂളിലൊക്കെ രാവിലെ പോകേണ്ട സമയത്തൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വയറ് നിറച്ച് കഴിക്കാനായിട്ടുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അവരവിടെ എങ്ങനെ പതുക്കിയിരിക്കും. ആ ടൈമിലൊക്കെ ഞാൻ വാരി കൊടുക്കും. പിന്നെ ചില സമയത്ത് നമ്മൾ അമ്മമാരല്ലേ നമുക്ക് വാരി കൊടുക്കാൻ തോന്നും, ആ സമയത്ത് കൊടുക്കും. അല്ലാത്തപ്പോഴൊക്കെ തന്നെ കഴിക്കാനായിട്ട് ശീലിപ്പിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അവർ തന്നെ കഴിച്ചോളും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കോക്കനട്ട് റൈസ് ആണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ടിഫിൻ ബോക്സ് ആയിട്ടും ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ നമുക്ക് കൊടുത്തു വിടാനും പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വന്നപ്പം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊടിച്ചു. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടലയാണ് കേട്ടോ. കടലയും കൂടി ഇട്ട് കടല നന്നായിട്ടൊന്ന് ചൂടായി വരണം. കടല ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് 1 സ്പൂൺ കടലപ്പരിപ്പും അതുപോലെ കുറച്ച് കാഷ്യൂനട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ഇനിയിപ്പം കിസ്മിസ് ഇട്ട് കൊടുക്കണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ പീനട്ടും ഈ ഒരു കാഷ്യൂനട്ടും ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, പിന്നെ കടലപ്പരിപ്പും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കളറ് മാറുന്നിടം വരെ ഞാനൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറി വരണം, അതുവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം കൂടെ ചേർക്കാം. ഞാനിപ്പോൾ പാത്തുവിനും കൂടെ കൊടുക്കേണ്ടതുകൊണ്ട് ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റാണ് വറ്റൽമുളക് ഇടുന്നത്. ഫസ്റ്റിൽ തന്നെ നമ്മൾ വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും വറ്റൽമുളക് കരിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവസാനമാണ് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഇതിനകത്ത് പ്രധാനം തേങ്ങയാണല്ലോ, കോക്കനട്ട് റൈസ് അല്ലേ. അപ്പോൾ ഞാൻ 1 കപ്പോളം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 1 കപ്പോളം തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചിരകിയത്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ തേങ്ങ ഒരുപാട് കൂടിപ്പോയാൽ നമുക്ക് ഈ ഒരു റൈസ് കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പം 1 കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ തേങ്ങയുടെ കളറ് മാറരുത് കേട്ടോ. തേങ്ങ ഫ്രൈ ആക്കുന്നത് പോലെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കരുത്. ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതിയാകും. അതൊന്ന് ചൂടായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് റൈസ് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള റൈസ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ബസ്മതി റൈസ് 1 കപ്പ്
കുറച്ചധികം വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു 1/4 ഭാഗമേ വേവാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മളിതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കുക. അങ്ങനെയാകുമ്പോഴത്തേക്കും കുഴഞ്ഞു പോകാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കപ്പ് റൈസ് വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് തലേന്ന് തന്നെ ഈ ഒരു ചോറ് വേവിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് രാവിലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. നമ്മൾ ലെമൺ റൈസും ഒക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെ ഈ ഒരു റൈസ് ആണെങ്കിലും വല്ലപ്പോഴും ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ കോക്കനട്ട് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ ഉപ്പ് നോക്കുക. ഉപ്പ് നമ്മൾ ചോറ് വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് വേവിക്കുന്നത് കൊണ്ട് തന്നെ ലാസ്റ്റ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കോക്കനട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റൈസ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പിറ്റേ ദിവസത്തേക്ക് വേണ്ട കറികൾക്ക് വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാലക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പാലക്ക് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തതിന് ശേഷം പാലക്ക് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ പാലക്ക് തോരൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തലേന്ന് തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് അതനുസരിച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് കുക്ക് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തൊക്കെ ഫ്രിഡ്ജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും പിറ്റേ ദിവസം രാവിലത്തെ നമ്മുടെ ജോലികൾ. അപ്പോൾ ഞാൻ പാലക്ക് തോരൻ വെക്കാനായിട്ട് അരിഞ്ഞത് ഒരു കണ്ടെയ്നറിലിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് ജോലി എളുപ്പമായി. പിന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. തേങ്ങയും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വന്നതാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കണം. ആ കൂട്ടത്തിൽ മഷ്റൂമും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഷ്റൂം ഞാനെന്നാൽ നാളെ കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഉപ്പുവെള്ളത്തിലിട്ട് കുറേ സമയം നമ്മൾ കൂണ് വെള്ളത്തിലിട്ട് വെക്കരുത്. ആ വെള്ളം മുഴുവൻ വലിച്ചെടുക്കും. കുറച്ച് സമയം വെച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് അതും ഫ്രിഡ്ജിലേക്ക് വെക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും രാവിലെ മഷ്റൂം കറി വെക്കാനായിട്ട് ഈസിയാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിറ്റേ ദിവസം വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കറിവേപ്പില വാങ്ങിയത് കൊണ്ടുവന്നപ്പോൾ തന്നെ അത് കഴുകി വെള്ളം വാങ്ങുന്നതിന് ശേഷം അത് ഒന്ന് ഡ്രൈ ആകാനായിട്ട് പേപ്പറിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. അത് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ബോക്സിലേക്ക് ഇട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ആ ജോലിയും കഴിയും. പിന്നെ പിറ്റേന്നത്തേക്ക് വേണ്ട ചോറിന് വേണ്ടിയിട്ട് അരി കഴുകിയിട്ട് ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം ഇതിങ്ങനെ ഒന്ന് വെച്ച് കുക്ക് ചെയ്തൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും എടുത്ത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്തൊരു 15 മിനിറ്റ് കൂടെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏകദേശം പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കോക്കനട്ട് റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മളൊരു 350 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ബോൺലെസ് അല്ല കേട്ടോ, ബോണോട് കൂടിയ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ വിനീഗർ, 2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തത്, അതുപോലെ തന്നെ 3 സ്പൂണ് മൈദ, 3 സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ആ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിതെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പം ഞാൻ ഇന്ന് എന്തായാലും കോക്കനട്ട് റൈസിൻ്റെ കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പം അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളറ് ചേഞ്ച് ആകുകയും ചെയ്യും, ചിക്കൻ കുക്കായിട്ടുണ്ടാകും ഇല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് നിങ്ങൾ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ എല്ലാ പീസസും നമ്മൾ ഒറ്റ ട്രിപ്പിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇതിലും ചെറിയ പീസസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം ചില്ലി ചിക്കൻ. ഇനിയിപ്പോൾ ബോൺലെസ് ചിക്കനും വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനതെല്ലാം ഒന്ന് ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്ത് മാറ്റുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഒരു 3 സ്പൂൺ ഓയിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ വഴറ്റി ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് ചെയ്യുക. പിന്നെ അതിലേക്ക് ഞാനൊരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു വലിയ സവോള ഞാൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ക്യാപ്സിക്കം നിങ്ങൾക്ക് കളർ ക്യാപ്സിക്കം ഉണ്ട്, റെഡോ യെല്ലോ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പച്ച മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു 1/4 ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന്
ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം 1 സ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 സ്പൂൺ ചില്ലി സോസും റെഡ് ചില്ലി സോസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ നമ്മൾ ടൊമാറ്റോ സോസ് 3 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം സോസിനൊക്കെ ഓൾറെഡി അതിനകത്ത് ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഇടാനായിട്ട്. അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് ചൂടുവെള്ളം, ഒരു 1/4 കപ്പോളം ചൂടുവെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്തും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ പീസസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ഗ്രേവിയിലേക്ക് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി എന്തുമാത്രം വേണം എന്നനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കാൻ. ചിലർക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കൻ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടായിരിക്കും ഇഷ്ടം. നമുക്ക് കുറച്ച് ഗ്രേവി വേണം കേട്ടോ. ഈ ഒരു അളവിൽ നമുക്ക് ഗ്രേവി വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ ചില്ലി ചിക്കൻ ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ്റെ കൂടെ കഴിക്കാം. ഇന്ന് നമ്മൾ എന്തായാലും വെറൈറ്റി ആയിട്ട് കോക്കനട്ട് റൈസിൻ്റെ കൂടെയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ റെസിപ്പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കനും അതുപോലെ തന്നെ കോക്കനട്ട് റൈസും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കോക്കനട്ട് റൈസ്. ഈ ഒരു കോക്കനട്ട് റൈസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല, വല്ലപ്പോഴും ഒരിക്കലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കാരണം എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് എന്തായാലും ടിഫിൻ ബോക്സ് ആക്കിയൊക്കെ കൊടുത്തു വിടാനായിട്ട് പറ്റും. അപ്പം ദിനു ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പാത്തുവിനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പാത്തു ഭയങ്കര കൊഞ്ചലാണ്. അവളെ തോളയിലിരുത്തണം, തലയിൽ കയറി ഇരിക്കണം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. പിന്നെ നമ്മൾ കഴിക്കാനായിട്ടിരുന്നതും പാത്തുവിൻ്റെ മൂഡ് മാറിപ്പോയി കേട്ടോ. പാത്തു ഉടനെ ക്യാഷ്നട്ട് വേണ്ട, പീനട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് മാറ്റി വെക്കുകയാണ്. അതിനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് പാത്തുവിനിപ്പോൾ കളിച്ചാൽ മതി, കഴിക്കണ്ട. നമ്മളും കഴിക്കണ്ട, അവളും കഴിക്കണ്ട. കാരണം അവൾക്കിപ്പം ദിനുവിൻ്റെ തോളെ കയറി കളിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം എന്നാണ് അവൾ പറയുന്നത്. അവൾക്ക് വിശക്കൊന്നുമില്ല. അവൾ കുറച്ച് മുന്നേ ആണല്ലോ ബനാന ഫ്രൈ കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വിശക്കാനായിട്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾ എഴുന്നേറ്റ് പോയി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഞങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെ അവൾക്ക് പതുക്കെ കൊടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാനിരുന്നു. ഞങ്ങൾ കഴിക്കുകയാണ്. കഴിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പാത്തുവിന് ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ക്ലീനിങ് പരിപാടികളിലേക്ക് കടന്നു. അപ്പോഴേക്കും ദിനു പാത്തുവിനെ ഉറക്കാനായിട്ട് കൊണ്ടുപോയി കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ അടുക്കളയും നമ്മുടെ വീടും മൊത്തത്തിലൊന്ന് നിരന്ന് കിടക്കുന്ന സാധനങ്ങളും എല്ലാം ഒന്ന് അതത് സ്ഥാനത്തേക്കൊന്ന് എടുത്തു വെച്ചതിന് ശേഷം തൂത്തുവാരി ഒന്ന് വൃത്തിയാക്കിയിടും. പിന്നെ അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് ആണെങ്കിലും ടിഫിൻ ബോക്സ് ആണെങ്കിലും രാത്രി തന്നെ കഴുകിയിട്ട് വെള്ളം വാലാനായിട്ട് കമത്തി വെക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ രാവിലെ നമുക്ക് ഈ പാത്രങ്ങൾ കഴുകാനായിട്ടുള്ള ടൈമൊന്നും എടുക്കേണ്ടി വരില്ല. രാവിലെ ജസ്റ്റ് ഒന്ന് പാത്രങ്ങളൊക്കെ തുടച്ചിട്ട് അതിലേക്ക് നമുക്ക് ലഞ്ചും ടിഫിനും ഒക്കെ ആക്കി പാക്ക് ചെയ്ത് കൊടുത്തു വിടാനായിട്ടും പറ്റും. അപ്പോൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചണൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മുടെ വീടും കിച്ചണും എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് തുടങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഈവനിങ് ടു നൈറ്റ് റുട്ടീന്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.